കെ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവിനെ ബ്ലോക്ക് പ്രസിഡന്റാക്കാനുള്ള നീക്കത്തിനെതിരെ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. വേങ്ങര മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി യോഗം ബഹളത്തിൽ കലാശിച്ചു. കെ അബ്ദുൽ താഹിറിനെ പ്രസിഡന്റാക്കാൻ സംസ്ഥാന നേതൃത്വം ശുപാർശ ചെയ്യുന്ന കത്ത് യോഗത്തിൽ വായിച്ചതോടെയാണ് അംഗങ്ങൾ ശക്തമായ എതിർപ്പ് ഉയർത്തിയത്. ജില്ലാ കമ്മിറ്റിക്ക് പകരം കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവിന് വേണ്ടി സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ കത്ത് നൽകിയെന്നാണ് വിമർശനം. ശാന്തകുമാർ വെള്ളാലത്ത് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ശാന്തകുമാർ, ഏറെ കാലമായി തന്നെ മുസ്ലിം ലീഗിലെ ഏറ്റവും ശക്തനായ നേതാക്കളിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ആളാണ് കെ കുഞ്ഞാലിക്കുട്ടി. പക്ഷേ ബന്ധു നിയമനം വരുമ്പോൾ പാർട്ടിക്കാർ ഒന്നടങ്കം വലിയ ശക്തമായ പ്രതിഷേധം തന്നെ ഉയർത്തുകയാണ്. അത് തന്നെയാണ് വേങ്ങരയിൽ കാണുന്നത്. വേങ്ങരയിൽ നേരത്തെയും ഇതിൻ്റെ ഇത്തരം വിമർശനങ്ങൾ അതുപോലെ തന്നെ പരാതികളെല്ലാം ഉയർന്നതാണ്. ഈ 22-ാം തീയതിയാണ് പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 8 മാസം മുമ്പ് പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ തെരഞ്ഞെടുത്തിരുന്നു. ആ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസമാണ് രാജിവെച്ചത്. അത് പാർട്ടി നിർദ്ദേശപ്രകാരം രാജിവെക്കുകയായിരുന്നു. അത് രാജിവെക്കാൻ കാരണം ഈ കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധുവിനെ പ്രസിഡന്റാക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം. അതിനകത്ത് ഈ നിലവിലെ നേരത്തെ ഉണ്ടായിരുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ രാജിവെപ്പിച്ചതും ുള്ള തീരുമാനമുണ്ടായതും ഒന്നും സംഘടനാ രീതി അനുസരിച്ചല്ല. അതാത് കമ്മിറ്റികൾ ഘടകങ്ങൾ അറിയാണ്ടെയാണ് അത്തരം കാര്യങ്ങളെല്ലാം നടന്നത് എന്നുള്ള ആക്ഷേപമാണ് കഴിഞ്ഞ ദിവസത്തെ മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്. മണ്ഡലം കമ്മിറ്റി യോഗത്തിൽ ഈ പുതിയ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ തീരുമാനിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം വെക്കുന്നതിന് വേണ്ടിയാണ് ജില്ലാ നിരീക്ഷകൻ കൂടിയായിട്ടുള്ള കെ ബാവ എത്തിയത്. അദ്ദേഹം ഇക്കാര്യം അറിയിച്ചപ്പോൾ അത് വലിയ ബഹളത്തിൽ എത്തിക്കുകയായിരുന്നു. അത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തുന്നത് എന്നുള്ള ചോദ്യം പ്രധാനമായും ഉയർന്നു. പിന്നീട് ആ ബഹളത്തോടു കൂടിയാണ് യോഗം അവസാനിച്ചത്. പിന്നീട് മണ്ഡലം കമ്മിറ്റി സുബൈർ മാസ്റ്ററെ, നിലവിൽ അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ സുബൈർ മാസ്റ്ററെ പ്രസിഡന്റാക്കണം എന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം പാസാക്കിയാണ് പിരിയുകയും ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏറ്റവും ശ്രദ്ധേയമായത് അടുത്ത ശനിയാഴ്ച 22-ാം തീയതിയാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നെയാണ് മുസ്ലിം ലീഗിനകത്ത് വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ വേങ്ങര ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല. യു ഡി എഫിൽ കോൺഗ്രസും മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ. ആകെ 18 അംഗങ്ങളാണ്. അത്രമാത്രം വലിയ ഒരു തരത്തിൽ സീറ്റുകൾ ഉള്ള സ്ഥലത്താണ് ഇത്തരത്തിൽ ഒരു ബന്ധു നിയമനത്തിന്റെ പേരിൽ ലീഗിൽ വലിയ പ്രതിഷേധം ഉയരുന്നത്.